എന്നാൽ ഈ ദീനിലേക്ക് കൊണ്ടുവരുന്ന ഒരു പുതിയ ആചാരം, ആ പുതിയ ആചാരത്തെ സംബന്ധിച്ചിടത്തോളം അത് റസൂലിൻ്റെ സുന്നത്തിനും ഖുർആനിനും എതിരല്ല എങ്കിൽ അത് ആക്ഷേപാർഹമല്ല, അപ്പോൾ നമുക്കത് ചെയ്യാം എന്ന് പറഞ്ഞുകൊണ്ടും ഇവർ കടന്നു വരുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. എന്നാൽ നോക്കൂ നിങ്ങൾ, നമുക്കൊരു കിതാബ് പരിശോധിച്ചാൽ ജാമിഉൽ ഉലൂം വൽ ഹിക്ം എന്ന കിതാബ് മഹാനായ ഇമാം ഇബ്നു റജബിൻ്റെ കിതാബാണ്. അദ്ദേഹം ഇതിനെ വ്യക്തമായി പറയുകയാണ്, വഅമ്മാ മാ വഖഅ മിൻ തഖ്സീമിൽ ബിദ്അത്തി ഇലാ ബിദ്അത്തിൻ ഹസനത്തിൻ വബിദ്അത്തിൻ സയ്യിഅ. ഇങ്ങനെ രണ്ടായി ബിദ്അത്തിനെ തിരഞ്ഞിരിക്കുന്നത് കാണാം. നല്ല ബിദ്അത്ത്, മോശം ബിദ്അത്ത് എന്നിങ്ങനെ തിരഞ്ഞിരിക്കുന്നത് കാണാം. ഏതുപോലെ കമാ ഖാലഹു ശാഫിഈ വഗൈറുഹു, ഇമാം ഷാഫിഈ പോലെയുള്ള പണ്ഡിതന്മാർ ഇങ്ങനെ പറയുന്നത് കാണാം. ഫമുറാദുഹും ബിദാലിക വല്ലാഹു അഅലം മാ കാന മുഹ്ദസൻ ലാ യുഖാലിഫു കിതാബൻ വലാ സുന്നതൻ വലാ അസറൻ അൻ അഹദിൻ മിനസ് സ്വഹാബ. സുന്നത്തായി കൊണ്ടുവരുന്ന, ബിദ്അത്തായി കൊണ്ടുവരുന്ന ഈ കാര്യം അള്ളാഹിൻ്റെ ഖുർആനിനെതിരല്ലെങ്കിൽ, അള്ളാഹിൻ്റെ പ്രവാചകന്റെ ചര്യക്കെതിരല്ലെങ്കിൽ, സ്വഹാബികളുടെ മാതൃക്കെതിരല്ലെങ്കിൽ ഫഹാദാ ഫിൽ ഹഖീഖത്തി ദാഖിലു ഫിസ്സുനനിൽ ആമ, അത് പൊതുവായിട്ടുള്ള സുന്നത്താണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ എങ്ങനെ സ്നേഹിക്കണമെന്ന് പഠിപ്പിക്കുന്ന, എന്നാൽ എങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കുന്ന ആളുകൾ എന്ന് പറഞ്ഞ് ചില ആളുകൾ കൊണ്ട് നടക്കുന്ന ചില അനാചാരങ്ങളെ അതിൻ്റെ പ്രാമാണികമായി പഠിക്കുന്നതിന് വേണ്ടിയാണ് നമ്മളിവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ നമ്മുടെ ജീവനേക്കാളേറെ, നമ്മുടെ കുടുംബത്തെക്കാളേറെ, നമ്മുടെ മറ്റെല്ലാത്തിനേക്കാളേറെയും നാം സ്നേഹിക്കേണ്ടത് നമ്മുടെ പ്രവാചകനെയാണ് എന്നുള്ളതിൽ നമുക്കാർക്കും ഒരു സംശയവുമില്ല. എന്നാൽ നമ്മുടെ നാട്ടിൽ കുറച്ച് കാലങ്ങളായി കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു അനാചാരമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കുക എന്ന പേരിൽ ആ പ്രവാചകനെ സ്നേഹിക്കാൻ ഒരു നബിദിനം കൊണ്ടുവരുന്നത് നമ്മളെല്ലാവരും കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. യഥാർത്ഥത്തിൽ പ്രിയപ്പെട്ട വിശ്വാസികളെ, സഹോദരങ്ങളെ, നമ്മൾ മനസ്സിലാക്കേണ്ടത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കാൻ എന്ന പേരിൽ തുടങ്ങിയിട്ടുള്ള ഈ നബിദിനം, ഈ മൗലിദു നബി എന്ന് പറയുന്നത്, അതിൻ്റെ അസ്ല് നമ്മളെടുത്ത് പരിശോധിച്ച് നോക്കിയാൽ അത് ബിദ്അത്താണ് എന്ന് വളരെ കൃത്യമായി കൊണ്ട് പണ്ഡിതന്മാർ രേഖപ്പെടുത്തി വെച്ചത് നമുക്ക് കാണുവാൻ സാധിക്കും. നോക്കൂ നിങ്ങൾ, മഹാനായ ഇമാം ഫാക്കിഹാനി റഹ്മഹുല്ല അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥത്തിൽ എഴുതി വെക്കുകയാണ്, ലാ അഅലമു ലിഹാദൽ മൗലിദി അസ്ലൻ ഫീ കിതാബിൻ വലാ സുന്ന. അള്ളാഹിൻ്റെ റസൂലിൻ്റെ പേരിൽ കൊണ്ടുവരുന്ന ഈ ഒരു മൗലിദുൻ നബി, അതിന് അള്ളാഹുവിൻ്റെ ഖുർആനിലോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയിലോ യാതൊരു അടിസ്ഥാനവും ഇല്ല എന്ന് കാണിക്കുകയാണ്. വലാ യുൻഖലു അമലുഹു അൻ അഹദിൻ മിൻ ഉലമാഇൽ ഉമ്മത്തി അല്ലദീന ഹുമുൽ ഖുദ്വതു ഫിദ്ദീനിൽ മുതമസ്സികൂന ബിആസാരിൽ മുതഖദ്ദിമീൻ. അള്ളാഹിൻ്റെ പ്രവാചകന്മാരെ പിൻപറ്റി ജീവിച്ച ഉത്തമ നൂറ്റാണ്ടായ ആ സ്വഹാബികളുടെ കാലഘട്ടത്തിലോ അവരെ കൃത്യമായി പിൻപറ്റി വന്ന ഉത്തമ നൂറ്റാണ്ടിലെ ഏതൊരു ഉലമാഇൻ്റെ കാലഘട്ടത്തിലോ അങ്ങനെ ഒരു മൗലിദ് ആഘോഷിച്ചതായി കാണുവാൻ സാധിക്കുകയില്ല എന്ന് മഹാനായ ഇമാം ഫാക്കിഹാനി റഹ്മഹുല്ല രേഖപ്പെടുത്തി വെക്കുകയാണ്. എന്നിട്ട് അദ്ദേഹം പറയാണ്, ബൽ ഹുവ ബിദ്അ. എന്നാൽ ഈ മൗലിദു നബി എന്ന് പറയുന്ന ഇവർ ആഘോഷിക്കുന്ന പ്രവാചക സ്നേഹം, ആ പ്രവാചകന്റെ ജന്മദിനം, അതിൻ്റെ അസ്ല് അത് ബിദ്അത്തു തന്നെയാണ്. അഹ്ദസഹ അൽ ബത്താലൂന വശഹ്വതു നഫ്സിൻ യഅ്തനാ ബിഹൽ അക്കാലൂൻ. ആരാണ് ഈ നബിദിനം കൊണ്ടാടുന്നത്? ആരാണ് ഈ നബിദിനം കൊണ്ടുവന്നത്? ദീനിനെ പൊളിച്ചു കളയാൻ ആഗ്രഹിച്ചവർ കൊണ്ടുവന്നതാണ് മൗലിദു നബി എന്ന് പറയുകയാണ്. യഅ്തനാ ബിഹൽ അക്കാലൂൻ. ആരാണ് ഇന്നും ഈ നബിദിനം കൊണ്ടാടിക്കൊണ്ടിരിക്കുന്നത്? അത് ചില ശാപ്പാട് വീര്യന്മാരാണ് എന്ന്, ചില തീറ്റ കൊതിയന്മാരാണ് എന്ന് മഹാനായ ഇമാം ഫാക്കിയാനി റഹ്മഹുല്ല അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥത്തിൽ കൊണ്ടുവന്നത് പ്രിയപ്പെട്ടവരെ നമുക്ക് കാണുവാൻ സാധിക്കുന്നതാണ്. ബിദ്അ കക്ഷികളായ ആളുകൾ അവർ കൊണ്ടുവന്ന ബിദ്അത്തുകളെ ന്യായീകരിക്കുവാൻ
പല ന്യായങ്ങളും സമൂഹത്തിൻ്റെ മുമ്പിലേക്ക് കൊണ്ടുവരാറുണ്ട്. ആ ന്യായങ്ങളിൽ അവർ അള്ളാഹിൻ്റെ ഖുർആനിനെ ദുർവ്യാഖ്യാനിക്കാറുണ്ട്. പ്രവാചകൻ്റെ സുന്നത്തിനെ, പ്രവാചകൻ്റെ ഹദീസുകളെ അവർ ദുർവ്യാഖ്യാനിക്കാറുണ്ട്. അതുപോലെ തന്നെ പ്രവാചക ജീവിതത്തിലെ, സ്വഹാബികളുടെ ജീവിതത്തിലെ ചരിത്രങ്ങളെയും ഒരു മടിയുമില്ലാതെ പച്ചയായ ദുർവ്യാഖ്യാനിക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കുന്നതാണ്. അത്തരത്തിൽ അവർ സമൂഹത്തിൻ്റെ മുമ്പിലേക്ക് കൊണ്ടുവന്ന ഒരു ദുർവ്യാഖ്യാനം അധിക കാലങ്ങളായിട്ടില്ല. അവർ സമൂഹത്തിൻ്റെ മുമ്പിലേക്ക് കൊണ്ടുവന്നൊരു ദുർവ്യാഖ്യാനം, ഈ ഒരു സമ്പ്രദായം, ഈ ഒരു മൗലിദ് കൊണ്ടുവന്നത് മുതൽ കേരളക്കരയിൽ മുജാഹിദ് പ്രസ്ഥാനം എണീറ്റു നിന്നുകൊണ്ട് മൗലിദു നബി ബിദ്അത്താണെന്ന് പറഞ്ഞു അതിനുള്ള തെളിവുകൾ സമർത്ഥിച്ചപ്പോൾ അവരിപ്പോൾ പറയുന്ന ചില വർത്തമാനം ഇന്ന് സോഷ്യൽ മീഡിയകൾ എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ ഇൻസ്റ്റഗ്രാമിലെ ചില മുഫ്തിമാരെ നമുക്ക് കാണാം. ചില സോഷ്യൽ മീഡിയയിൽ മാത്രം കണ്ടുകൊണ്ടിരിക്കുന്ന ചില മൊല്ലമാരെ, ചില മൊല്ലാക്കന്മാരെ നമുക്ക് കാണാം. ചില ഉസ്താദ് കുട്ടികളെ നമുക്ക് കാണാം. അവർ വല്ലാതെ ഇന്ന് പുകഴ്ത്തിക്കൊണ്ടിരിക്കുന്ന ഒരു വർത്തമാനമാണ് നബിദിനം എന്ന് പറയുന്നത്. അത് ബിദ്അത്താണെങ്കിലും ബിദ്അത്തുൻ ഹസനയാണ് നബിദിനം എന്നവർ പറയുകയാണ്. അവരെത്രത്തോളം എന്ന് ചോദിച്ചാൽ ബിദ്അത്തിനെ പുകഴ്ത്തി അത് സുന്നത്തിലേക്കും അത് വാജിബിലേക്കും എത്തിക്കുന്ന വല്ലാത്തൊരവസ്ഥയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. എന്നാൽ ഇത്തരം ആളുകളോട് ആത്യന്തികമായി പറയുവാനുള്ളത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വർത്തമാനമാണ്. വശർറുൽ ഉമൂരി മുഹ്ദസാതുഹാ വകുല്ലു മുഹ്ദസത്തിൻ ബിദ്അ വകുല്ലു ബിദ്അത്തിൻ ളലാല വകുല്ലു ളലാലത്തിൻ ഫിന്നാർ. നിങ്ങൾ കൊണ്ടുവന്ന ദീനിൽ അള്ളാഹുവിനോ പ്രവാചകനോ സ്വഹാബികൾക്കോ പരിചയമില്ലാത്ത ഈ നബിദിനം എന്ന് പറയുന്നത് അത് ബിദ്അത്തു തന്നെയാണ്. അത് വഴിപിഴച്ച വലാലത്തായ ബിദ്അത്തു തന്നെയാണ്. ആ വലാലത്തുകൾ മുഴുവനും നരകത്തിലാണ് എന്നാണ് ആത്യന്തികമായി പ്രിയപ്പെട്ടവരെ ഇത്തരം ആളുകളോട് നമുക്ക് പറയാനുള്ളത്. ഇനി എവിടെ നിന്നാണ് ഇവർക്ക് ഈ ഒരു ബിദ്അത്തുൻ ഹസനയെ കിട്ടിയത് എന്ന് നാം ഒന്ന് പരിശോധിച്ചു നോക്കുകയാണെങ്കിൽ മഹാനായ റസൂൽ കരീം മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ തറാവീഹ് നമസ്കാരം ജമാഅത്തായി നമസ്കരിക്കുകയും പിന്നീട് അത് നിർബന്ധമാക്കുമോ എന്ന ഭയത്താൽ പ്രവാചകൻ നിർത്തിവെക്കുകയും ചെയ്ത പ്രവാചകന്റെ അമല് കൊണ്ട് സ്ഥിരപ്പെട്ട തറാവീഹ് നമസ്കാരം, ആ തറാവീഹ് നമസ്കാരം പിന്നീട് ഉമർ റളിയല്ലാഹുവിന്റെ കാലഘട്ടത്തിൽ അത് പിന്നീടും ജമാഅത്തായി കൊണ്ടുവന്നു. അങ്ങനെ അതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നിഅമൽ ബിദ്അത്തു ഹാദിഹി, ഇതെത്ര നല്ല ബിദ്അത്താണ് എന്ന് ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. ഈ ഒരു വാചകത്തെ എടുത്തുകൊണ്ട്, ഈ ഒരു വാചകത്തെ കോട്ടിമാട്ടിക്കൊണ്ട് അങ്ങനെയാണെങ്കിൽ മൗലിദുൻ നബി പ്രവാചകന്റെ ജന്മദിനവും ബിദ്അത്തുൻ ഹസനയാണ് എന്നാണ് ചില ആളുകൾ സമർത്ഥിക്കുന്നത്. നോക്കൂ നിങ്ങൾ, പരിശുദ്ധ ഖുർആനിൽ ഒരു ആയത്തുണ്ട്. പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ ബഖറയിലെ 117-ാമത്തെ ആയത്ത്, അല്ലാഹുവിനെ കുറിച്ച് പറയുന്ന ആയത്ത്. ബദീഉസ് സമാവാതി വൽ അർദ്, അല്ലാഹുവിനെ സംബന്ധിച്ചിടത്തോളം ആകാശഭൂമികളെ മുൻധാരണയില്ലാതെ ഉണ്ടാക്കിയവനാണ് റബ്ബ് എന്ന് പറയുന്ന ഒരായത്തുണ്ട്. ഈ ആയത്തിനെ വിശദീകരിക്കുന്നിടത്ത് മുഫസ്സിരീങ്ങൾ രേഖപ്പെടുത്തി വെക്കുകയാണ്, അൽ ബിദ്അത്തു അലാ ഖിസ്മൈൻ, ബിദ്അത്തിനെ രണ്ട് രൂപത്തിൽ നമുക്ക് മനസ്സിലാക്കാം. താറത്തൻ തകൂനു ബിദ്അത്തൻ ശർഇയ്യ, ഒന്നാമത്തെ ബിദ്അത്ത് എന്ന് പറയുന്നത് ശർഇയ്യായ ബിദ്അത്താണ്. ഏതുപോലെ ഫഇന്ന കുല്ല മുഹ്ദസത്തിൻ ബിദ്അ വകുല്ല ബിദ്അത്തിൻ ളലാല, ദീനിലേക്ക് കൊണ്ടുവരുന്ന അള്ളാഹുവും റസൂലും പഠിപ്പിച്ചിട്ടില്ലാത്ത, സ്വഹാബികളിൽ നിന്നും മാതൃകയില്ലാത്ത പുതിയ ചില ആചാരങ്ങളെ ദീനിലേക്ക് കൊണ്ടുവരിക ളലാലത്തായ വഴികേടായ ബിദ്അത്താണത്. എന്നാലോ വതാറത്തൻ തകൂനു ബിദ്അത്തൻ ലുഗവിയ, ചില ഭാഷാപരമായി കൊണ്ട് ബിദ്അത്ത് എന്ന് ഉപയോഗിക്കുന്നത് കാണാൻ സാധിക്കും. ഏതുപോലെയാണ് മഹാനായ അമീറുൽ മുഅ്മിനീൻ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു തറാവീഹ് ജമാഅത്തായി കൊണ്ടുവന്നപ്പോൾ അവിടെ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നിഅമത്തിൽ ബിദ്അത്തു ഹാദിഹി, ഇതെത്ര നല്ല ബിദ്അത്താണ് എന്ന രൂപത്തിൽ ബിദ്അത്തുൽ ലുഗവിയയായി കൊണ്ട്, വെറും ഭാഷാപരമായി കൊണ്ട് ഉപയോഗിക്കുന്ന ഒരു പദപ്രയോഗം എടുത്തുകൊണ്ട് ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ഒരു പ്രത്യേക മാസമെടുത്ത്, ഒരു പ്രത്യേക ദിവസമെടുത്തുകൊണ്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന വലിയ ബിദ്അത്തായ അനാചാരം, ഈ അനാചാരത്തെ വെളുപ്പിക്കാൻ,
ഈ അനാചാരത്തിനെ വെള്ളപൂശാൻ ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഈ ഒരു ഭാഷാപരമായ സംസാരത്തെ കോട്ടിമാട്ടുന്നതാണ് പ്രിയപ്പെട്ടവരെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. യഥാർത്ഥത്തിൽ നബിദിനം ബിദ്അത്തുൻ ലുഗവിയയാണോ? നബിദിനം അത് ഈ പറയുന്ന ബിദ്അത്തുൻ ഹസനയാണോ? ഒരിക്കലുമല്ല. അത് മഹാനായ ഇമാം ഫാഖിഹാനി റഹ്മത്തുള്ളാഹിയെ പോലെ പ്രഗൽഭരായ പണ്ഡിതന്മാർ വിശദീകരിച്ചതുപോലെ അത് അല്ലാഹുവിൻ്റെ റസൂൽ ദലാലത്താണ് എന്ന് പറഞ്ഞ ബിദ്അത്താണ് എന്ന് വളരെ കൃത്യമായി കൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. തീർന്നില്ല, അവർ വീണ്ടും മറ്റൊരു ദുർവ്യാഖ്യാനവുമായി കടന്നു വരാറുണ്ട്. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ വലിയ പണ്ഡിതനായ ഇമാം ബൈഹഖി റഹ്മത്തുള്ളാഹി അദ്ദേഹത്തിൻ്റെ കിതാബിൽ കൊണ്ടുവരുന്നുണ്ടല്ലോ, രണ്ട് തരം ബിദ്അത്തുണ്ട്. ബിദ്അത്തുൻ മഹ്മൂദ എന്നും ബിദ്അത്തുൻ മദ്മൂമ എന്നും. ബിദ്അത്തുൻ മഹ്മൂദ എന്നും ബിദ്അത്തുൻ മഹ്മൂദ എന്നും കൊണ്ടുവരാറുണ്ടല്ലോ. എന്നിട്ട് പറയാറുണ്ടല്ലോ, ഫമാ വാഫഖ സുന്നത ഫഹുവ മഹ്മൂദ്. അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ ചര്യയോട് യോജിച്ച് വരുന്ന പുതിയ കാര്യമാണെങ്കിൽ അത് സ്തുത്യർഹമാണ്. വമാ ഖാലഫ സുന്നത, ഇനി ആരെങ്കിലും പുതുതായി കൊണ്ടുവരുന്നത് അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ സുന്നത്തിനെതിരാണെങ്കിലോ ഫഹുവ മദ്മൂം, അത് ആക്ഷേപാർഹമാണ് എന്ന് നിങ്ങളുടെ തന്നെ ഇമാം പറഞ്ഞിട്ടുണ്ടല്ലോ എന്ന് പറയാറുണ്ട്. അതിനെ വിശദീകരിച്ചുകൊണ്ട് അവർ പറയാറുണ്ട്, ഈ കൊണ്ടുവരുന്ന പുതിയ കാര്യം അത് അള്ളാഹിൻ്റെ കിതാബിനോ പ്രവാചകന്റെ സുന്നത്തിനോ ഇജ്മാഇനോ ഖിലാഫില്ലാത്ത വിപരീതമല്ല എങ്കിൽ, വിപരീതമാണ് എങ്കിൽ അത് ബിദ്അത്തുൽ ദലാല എന്ന് നമുക്ക് സമ്മതിക്കാം. എന്നാൽ ഈ ദീനിലേക്ക് കൊണ്ടുവരുന്ന ഒരു പുതിയ ആചാരം, ആ പുതിയ ആചാരത്തെ സംബന്ധിച്ചിടത്തോളം അത് റസൂലിൻ്റെ സുന്നത്തിനും ഖുർആനിനും എതിരല്ല എങ്കിൽ അത് ആക്ഷേപാർഹമല്ല, അപ്പോൾ നമുക്കത് ചെയ്യാം എന്ന് പറഞ്ഞുകൊണ്ടും ഇവർ കടന്നു വരുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. എന്നാൽ നോക്കൂ നിങ്ങൾ, നമുക്കൊരു കിതാബ് പരിശോധിച്ചാൽ ജാമിഉൽ ഉലൂം വൽ ഹിക്ം എന്ന കിതാബ് മഹാനായ ഇമാം ഇബ്നു റജബിൻ്റെ കിതാബാണ്. അദ്ദേഹം ഇതിനെ വ്യക്തമായി പറയുകയാണ്, വഅമ്മാ മാ വഖഅ മിൻ തഖ്സീമിൽ ബിദ്അത്തി ഇലാ ബിദ്അത്തിൻ ഹസനത്തിൻ വബിദ്അത്തിൻ സയ്യിഅ. ഇങ്ങനെ രണ്ടായി ബിദ്അത്തിനെ തിരഞ്ഞിരിക്കുന്നത് കാണാം. നല്ല ബിദ്അത്ത്, മോശം ബിദ്അത്ത് എന്നിങ്ങനെ തിരഞ്ഞിരിക്കുന്നത് കാണാം. ഏതുപോലെ കമാ ഖാലഹു ശാഫിഈ വഗൈറുഹു, ഇമാം ഷാഫിഈ പോലെയുള്ള പണ്ഡിതന്മാർ ഇങ്ങനെ പറയുന്നത് കാണാം. ഫമുറാദുഹും ബിദാലിക വല്ലാഹു അഅലം മാ കാന മുഹ്ദസൻ ലാ യുഖാലിഫു കിതാബൻ വലാ സുന്നതൻ വലാ അസറൻ അൻ അഹദിൻ മിനസ് സ്വഹാബ. സുന്നത്തായി കൊണ്ടുവരുന്ന, ബിദ്അത്തായി കൊണ്ടുവരുന്ന ഈ കാര്യം അള്ളാഹിൻ്റെ ഖുർആനിനെതിരല്ലെങ്കിൽ, അള്ളാഹിൻ്റെ പ്രവാചകന്റെ ചര്യക്കെതിരല്ലെങ്കിൽ, സ്വഹാബികളുടെ മാതൃക്കെതിരല്ലെങ്കിൽ ഫഹാദാ ഫിൽ ഹഖീഖത്തി ദാഖിലു ഫിസ് സുനനിൽ ആമ, അത് പൊതുവായിട്ടുള്ള സുന്നത്താണ് എന്ന് പറയുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെയെങ്കിലും ഈ പ്രവാചകന്റെ സ്നേഹത്തെ ഒന്ന് നന്നാക്കിക്കൂടെ എന്ന് പറയുന്ന ആളുകൾ നമുക്ക് കാണാൻ സാധിക്കും. അവരോട് പറയാനുള്ളത് മഹാനായ ഇമാം ഇബ്നു റജബ് റഹ്മത്തുള്ളാഹി പറയാണ്, വലൈസ ബിബിദ്അത്തിൻ ശർആ, അത് ശർഇയായ ബിദ്അത്തല്ല. നിങ്ങൾ പറയുന്ന രൂപത്തിലുള്ള ഒരു ബിദ്അത്തിനെയല്ല അവിടെ അത് സൂചിപ്പിക്കുന്നത്. വഇൻ സുമ്മിയ ബിദ്അത്തൻ ലുഗ, വെറും ഭാഷാ പ്രയോഗം മാത്രമാണ് അവിടെ എന്ന് മഹാനായ ഇമാം ഇബ്നു റജബ് റഹ്മത്തുള്ളാഹി വളരെ വ്യക്തമായി കൊണ്ട് പറയുന്നത് പ്രിയപ്പെട്ടവരെ നമുക്ക് കാണുവാൻ സാധിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം അടിസ്ഥാനപരമായി നമ്മൾ മനസ്സിലാക്കുക, പ്രവാചകന്റെ പേരിൽ, പ്രവാചകനോടുള്ള സ്നേഹത്തിൻ്റെ പേരിൽ നമ്മുടെ നാട്ടിൽ ഇന്ന് നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ പറയുന്ന ഈ പുത്തനാചാരമുണ്ടല്ലോ, അത് അസ്ലിയായി കൊണ്ട് ബിദ്അത്ത് തന്നെയാണ്. ഇസ്ലാമിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്നതല്ല, നമുക്ക് സ്വീകരിക്കാൻ പറ്റാത്ത ബിദ്അത്ത് തന്നെയാണ് എന്ന് വളരെ കൃത്യമായി കൊണ്ട് നമ്മൾ മനസ്സിലാക്കുക. അല്ലാഹു സുബ്ഹാനഹു തആല സത്യം സത്യമായി മനസ്സിലാക്കി അത് ജീവിതത്തിൽ പകർത്തി ജീവിക്കാനുള്ള തൗഫീഖ് നമുക്കേവർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.